എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശ. ഈ വീഡിയോയിൽ പഫ് സ്ലീവ് വെച്ചുള്ള നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത്. അതിനായി 290 മീറ്റർ വരുന്ന നൈറ്റി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം മെറ്റീരിയൽ 4ആയി ഫോൾഡ് ചെയ്തെടുക്കാം. നൈറ്റി ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 44 ഇഞ്ചാണ്. അതിൽ 36 ഇഞ്ചാണ് മെയിൻ പോർഷൻ്റെ ലെങ്ത്തായി എടുക്കുന്നത്. ബാക്കി വരുന്ന ഈ പോർഷനാണ് പ്ലീറ്റ്സിന് വേണ്ടി എടുക്കുന്നത്. പ്ലീറ്റ്സിൻ്റെ ലെങ്ത്തായി കിട്ടിയിരിക്കുന്നത് 21 ഇഞ്ചാണ്. ഇതിൻ്റെ പകുതി 10.5 ഇഞ്ചാണ് പ്ലീറ്റ്സിനായി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം മെയിൻ പാർട്ടിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 6.25 ഇഞ്ചാണ് ഷോൾഡർ. അവിടെ നിന്ന് താഴേക്ക് 7.5 ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നീട് വേസ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ച് എടുത്ത് അവിടെ 9 ഇഞ്ചും 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നീട് ഹിപ്പ് ലെങ്ത്ത് 21 ഇഞ്ച് എടുത്ത് അവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ മാർക്കിംഗ് എല്ലാം ഇതുപോലെ ലൈൻ വരച്ച് യോജിപ്പിക്കാം. പിന്നീട് ഈ ലൈൻ താഴെ വരെ ഇതുപോലെ മാർക്ക് ചെയ്യാം. താഴെ 1 ഇഞ്ചിൽ ഇതുപോലെ ഷേപ്പ് മാർക്ക് ചെയ്യണം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 4.5 ഇഞ്ചാണ്. അതിനുശേഷം ഇതുപോലെ ബോക്സ് വരച്ച് നെക്കിന് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യാം. പിന്നീട് ആം ഹോളിലും ഇതുപോലെ കർവ് ഷേപ്പ് മാർക്ക് ചെയ്യാം. 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ആം ഹോൾ മാത്രം 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യാം. അതിനുശേഷം മാർക്ക് ചെയ്തതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് സെപ്പറേറ്റ് ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തുണി കുറവായതുകൊണ്ട് ഈ ബാലൻസ് പീസിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്യണം. ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് മുൻപേ സ്ലീവ് കട്ട് ചെയ്തെടുക്കണമായിരുന്നു. സ്ലീവിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് എടുക്കുന്നത്. പഫ് സ്ലീവ് വെക്കുന്നതിന് 2 ഇഞ്ച് എക്സ്ട്രാ വിഡ്ത്തിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 ഇഞ്ചിന് ശേഷം നോർമലായിട്ടുള്ള സ്ലീവ് മാർക്ക് ചെയ്യാം. 8 ഇഞ്ചാണ് സ്ലീവിൻ്റെ വിഡ്ത്തായി വേണ്ടത്. ഇവിടെ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് ക്യാപ്പായിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിലേക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. താഴെ സ്ലീവ് ഓപ്പണിംഗ് 6 ഇഞ്ചാണ് എടുക്കുന്നത്. കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് മാർക്ക് ചെയ്യാം. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കണം. അതിനുശേഷം സ്ലീവ് നിവർത്തിയിട്ട് ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ ചെറുതായി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് നെക്ക് ചെയ്യുന്നതിനായി ഞാൻ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ അതേ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ക്യാൻവാസിൻ്റെ വിഡ്ത്തായി എടുത്തിരിക്കുന്നത് 1.25 ഇഞ്ചാണ്. ഫ്രോക്കിൻ്റെ ബാലൻസ് പീസ് 2ആയി ഫോൾഡ് ചെയ്ത് ഈ ക്യാൻവാസ് വെച്ച് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത പീസ് ക്യാൻവാസിൽ വെച്ച് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം വൈറ്റ് സാറ്റിൻ്റെ തുണി ക്രോസ് പീസായി കട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ക്യാൻവാസിൽ വെച്ച് ഇതിൽ കാണിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നോച്ചസ് കൊടുക്കാം. ഇതുപോലെ
പിന്നീട് റോങ് സൈഡിലേക്ക് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് കിട്ടുന്നത് പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ എടുത്ത് റോങ് സൈഡിൽ ക്യാൻവാസിനെ നല്ല ഭാഗം താഴേക്കാക്കി വെക്കാം. അതിനുശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സ്റ്റിച്ചിൽ കൊള്ളാതെ നോച്ചസ് കൊടുക്കാം. അതിനുശേഷം നല്ല ഭാഗത്തേക്ക് മറിച്ചിടാം. നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ പൈപ്പിങ്ങിലും ഒരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ക്രോസ് പീസ് ബാലൻസ് തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ക്രോസ് പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ക്രോസ് പീസ് ബാക്ക് നെക്കിൽ ഇതുപോലെ റോങ് സൈഡ് ഉള്ളിലേക്ക് ആക്കി ഫോൾഡ് ചെയ്ത് നെക്കിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് നോച്ചസ് കൊടുത്ത ശേഷം റോങ് സൈഡിലേക്ക് മറിച്ചിടുന്നതിനായി ക്രോസ് പീസിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് ഫ്രണ്ട് പോർഷൻ എടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിനായി നല്ല ഭാഗങ്ങൾ ഉള്ളിലേക്ക് ആക്കി വെച്ച് ബാക്ക് പോർഷൻ്റെ ക്രോസ് പീസ് ഇതിൽ കാണിക്കുന്ന പോലെ ഫ്രണ്ട് ഷോൾഡറിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ റൈറ്റ് സൈഡും ബാക്ക് പോർഷൻ്റെ ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് ആക്കി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഭാഗത്തേക്ക് മറിച്ചിടാം. ഇനി ബാക്ക് പോർഷൻ്റെ ക്രോസ് പീസ് റോങ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് നീറ്റായി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. 2 ഇഞ്ചാണ് പ്ലേറ്റ്സിന് വേണ്ടി എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ചും കൂടി കൂട്ടി എടുത്ത് 3 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴാണ് പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ നോർമൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നത്. അതിനായി 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ് 2 ഭാഗത്തും. സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്ക് 3 ഇഞ്ചിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ താഴെ ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത്. എത്രയാണോ കൈവണ്ണം അത്ര ഇലാസ്റ്റിക് എടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. മുകളിൽ പ്ലേറ്റ്സും താഴെ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യാം. അതിനായി നല്ല ഭാഗം നിവർത്തി വയ്ക്കാം.
പിന്നീട് സ്ലീവിൻ്റെ സെൻറ്ററും ഫ്രോക്കിൻ്റെ ഷോൾഡറും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ലെഫ്റ്റ് സൈഡും നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് ഫ്രോക്കിൻ്റെ ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇനി ഇതിൽ താഴെ ഭാഗം പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാം. അതിനായി നേരത്തെ പ്ലീറ്റ്സിന് വേണ്ടി മാറ്റി വെച്ച തുണി എടുക്കാം. 21 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്തായി വരുന്നത്. അതിൻ്റെ പകുതി എടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 പീസാണ് കിട്ടുന്നത്. ഇതിലെ 2 പീസുകൾ തമ്മിൽ നല്ല ഭാഗങ്ങൾ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കുമായി ഓരോ പീസുകൾ കിട്ടും. ദാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ദാ 2 പീസിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യാം. ഇതിൽ കാണിക്കുന്നത് പോലെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് ഫ്രോക്കിൻ്റെ ബോട്ടം വിഡ്ത്തിന് സെയിം ആയിരിക്കണം. ദാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കും ഫ്രണ്ടും. ഇനി റോങ് സൈഡിലേക്ക് മറിച്ചിട്ട ശേഷം ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്യാം. അതിനായി സ്ലീവിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ടൈമിൽ വേസ്റ്റ് ഭാഗത്ത് വള്ളി വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. ബാലൻസ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ചെയ്യുന്നില്ല. ദാ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്